ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരു പ്രധാന സത്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ലോകം തരാത്ത സ്നേഹം. എന്താണ് ലോകം തരാത്ത സ്നേഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലോകം നമ്മോട് സ്നേഹം കാണിക്കും, പക്ഷേ പലപ്പോഴും അത് പലതരത്തിലുള്ള നിബന്ധനകളോടെ ആയിരിക്കും. എന്താണ് ഈ നിബന്ധനകൾ എന്ന് പറയുന്നത്? നമുക്ക് പണമുള്ളപ്പോൾ നമ്മുടെ ചുറ്റും നമ്മെ സ്നേഹിക്കാനായിട്ട് ഒരുപാട് പേര് കാണും. നമുക്ക് വിജയമുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മെ സ്നേഹിക്കാനായിട്ട് ഒരുപാട് പേർ കാണും. അതുപോലെ നമ്മെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മെ കൊണ്ട് അവർക്ക് ഉപകാരമുണ്ട് എന്ന് തോന്നുമ്പോൾ അവർക്ക് നമ്മോട് സ്നേഹം തോന്നും. ഇതാണ് ലോകത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അതൊരു നിശ്ചിത കാലത്തേക്ക് മാത്രമാണ്. എന്നാൽ നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, നമ്മുടെ എല്ലാ കുറവുകളും അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഇല്ലായ്മ അറിഞ്ഞുകൊണ്ട് ദൈവം മാത്രമേ നമ്മെ സ്നേഹിക്കൂ. ഇതാണ് യഥാർത്ഥ സ്നേഹം. തൻ്റെ മക്കളോടുള്ള സ്നേഹം, തൻ്റെ മക്കളോടുള്ള കരുതൽ, തൻ്റെ മക്കളോടുള്ള വാത്സല്യം. ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന സ്നേഹം പലപ്പോഴും മാറുന്ന സ്നേഹമാണ്. ഇന്ന് അടുത്ത് നിൽക്കുന്നവർ നാളെ നമ്മെ വിട്ട് പോയേക്കാം. ഇന്ന് നമ്മളെ പ്രശംസിക്കുന്നവർ നാളെ നമ്മെ വിമർശിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറുന്നില്ല. നമ്മൾ പാപിയായിരുന്നപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു. നമുക്ക് ഒന്നുമില്ലാതിരുന്ന സമയത്തും അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മോടുള്ള സ്നേഹം ക്രൂശിലൂടെ നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് നമ്മെ അവിടുന്ന് കരുതി. യേശുവിനെ നിന്ദിച്ചവരോട്, യേശുവിനെ വേദനിപ്പിച്ചവരോട്, യേശുവിനെ ക്രൂശിൽ തറച്ചവരോട് യേശുവിന് ഉണ്ടായ സ്നേഹം. പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിന്നോടും ദൈവത്തിന് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ഈ വീഡിയോ കാണുമ്പോഴും കേൾക്കുമ്പോഴും ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം കൂടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നിന്നോട് പറയാനുള്ളത്, ലോകം തരുന്ന സ്നേഹമല്ല ഞാൻ നിനക്ക് നൽകുന്നത്. യഥാർത്ഥമായ സ്നേഹം നിനക്ക് ഞാൻ നൽകുന്നു. നീ ഒറ്റയ്ക്കല്ല. ലോകം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, നീ ജീവിതത്തിൽ തകർന്നിരിക്കാം. എന്നാൽ യേശു ഇന്നും നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം നിൻ്റെ ജീവിതം മാറ്റുന്ന സ്നേഹമാണ്. തകർന്നുപോയ നിൻ്റെ ഹൃദയം മുറിവുണക്കാൻ യേശുവിൻ്റെ സ്നേഹത്തിന് കഴിയും. ഭയത്തെ നീക്കി പ്രത്യാശയുടെ ജീവിതം നിനക്ക് അവിടെ നിന്ന് നൽകട്ടെ. ആമേൻ.